നമസ്കാരം, ഞാൻ ഡോക്ടർ മഹേഷ്. ഇന്നിപ്പോൾ പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് IBS എന്ന് പറയുന്നത്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. അതായത് നമുക്ക് ചില ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്കുള്ള വയറിളക്കം ഉണ്ടാവുക, ചില ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ, അതായത് വയറ് മുറുക്കം ഉണ്ടാവുക. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വയറ്റിൽ നിന്ന് പോകണമെന്ന് തോന്നുക. എന്നാൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താലോ എന്തൊക്കെ ടെസ്റ്റുകൾ എടുത്താലോ യാതൊന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. ഇതാണ് സാധാരണ IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ IBS ഉള്ള പല ആൾക്കാരും നമ്മളോട് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടറെ ഈ മരുന്നിൻ്റെ കൂടെ വേറെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്താണ് IBS ട്രിഗർ ചെയ്യുന്നത് എന്നുള്ള കാര്യം, എന്താണ് അവർക്ക് ആ ഒരു അഗ്രവേഷൻ ഉണ്ടാക്കുന്ന ഫാക്ടർ എന്നുള്ള കാര്യം അവർ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ചില ആൾക്കാർക്ക് ചില പ്രോട്ടീൻസ് ആയിരിക്കും, ചില കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ചില സ്പെസിഫിക് ഫുഡുകളായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെയുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഈ സെഡൻറ്ററി ഹാബിറ്റ്സുകളൊന്നും ഒഴിവാക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. സെഡൻറ്ററി ഹാബിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കായികപരമായ അധ്വാനങ്ങളില്ലാത്ത ജോലികൾ, സാധാരണ രീതിയിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്, സോ അങ്ങനെയൊക്കെയുള്ള ജോലികളുള്ള ആൾക്കാരാണെന്ന് വരിയിൽ സോ ആ ഒരു സെഡൻറ്ററി ലൈഫൊന്നും മാറ്റാൻ അതൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. അതേപോലെ തന്നെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. മിനിമം ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതേപോലെ തന്നെ കോഫി, ടീ, അതേപോലെ തന്നെ ആൽക്കഹോൾ, സ്മോക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതും ഈ IBSൻ്റെ സിംറ്റം കുറയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും.